വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് മന്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് കേട്ടോ. തുടക്കത്തിൽ ന്യൂ ഇയർ ആഘോഷിച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഈ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇന്നലെ ഇരുന്നിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമായിട്ട് തോന്നിയില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നു, എൻ്റെ ജോലി ചെയ്യുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സന്തോഷം വലിയ ദുഃഖമൊന്നും ഇല്ലാണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജനുവരി അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മന്തും ആയിട്ടുണ്ട്. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. വെറുതെ വീട്ടിൽ ചൊറിയും കുത്തി ഇരുന്നിട്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ലേ, അയ്യോ എനിക്ക് ജീവിതത്തിൽ വരാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. പലരും പലതും പറയും, അതൊക്കെ വിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, എങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പതിവ് പോലെ ഞാൻ 6 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തിൽ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇത് ഞാൻ പണ്ടൊക്കെ ഏകദേശം ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയം വരെയൊക്കെ കറക്റ്റായിട്ട് ഒരു ടൈമിന് തന്നെ എഴുന്നേറ്റിരുന്നത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണ്ട, പിന്നെ കുറേ നാൾ ഞാൻ ജോലിക്കൊന്നും പോകാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിൽ മെയിനായിട്ട് ഫുൾ ടൈം കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. വീട്ടിലും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും തന്നെ വിളിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിക്കാറൊന്നുമില്ല. അതിൻ്റെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് 8 മണി ആവാണ്ട് കണ്ണ് പൊങ്ങലില്ല. അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം രാവിലെ എഴുന്നേറ്റ് അമ്മേനെ ഹെൽപ്പ് ചെയ്യലൊക്കെ കഴിയുമ്പോൾ തന്നെ ഉച്ചയാവും. പിന്നെ എനിക്ക് ജോലി കാര്യങ്ങളാവുമ്പോൾ എൻ്റേതായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാൻ എടുത്ത ഒരേ ഒരു ഡിസിഷൻ ആയിരുന്നു ഇനി കറക്റ്റ് ടൈമിൽ എഴുന്നേക്കുക എന്നുള്ളത് കേട്ടോ. ഈ ഒരു ദിവസം വരെ അത് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ മടി പിടിച്ച് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക, ഞാൻ നാളെ മുതൽ ഇത് ചെയ്യുമെന്നുള്ളത്. അത് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോവുകയും വേണം കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് മാറാത്ത ഒരു കാര്യമാണ് കേട്ടോ ഈ ചായ കുടിക്കുന്ന ഹാബിറ്റ്. അത് മാത്രം എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 2 ദിവസം ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം പണ്ടത്തെ ശങ്കര പിന്നെയും തെങ്ങുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചായയുടെ അളവൊന്ന് കുറയ്ക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചായ എന്തോരം വേണമെങ്കിലും ഞാൻ കുടിക്കും. ചില സമയത്ത് ഈ തണുപ്പൊക്കെ കൂടുന്ന സമയത്ത് എനിക്ക് തുമ്മലിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ചായ കുടിക്കും കേട്ടോ. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ജിമ്മിൽ പോയിട്ടെന്ന് പറഞ്ഞ് നമുക്കൊരു മാറ്റം വരില്ല. കൂട്ടത്തിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റും കൂടി ഒന്ന് മാറ്റിയെങ്കിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ പൈസ കൊണ്ട് കൊടുക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറാണ് കേട്ടോ. ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അത്ര ഫേവറേറ്റ് അല്ല, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 100 കുറ്റം പറയുമെങ്കിലും പുട്ടും കടലയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. പുട്ടിനോട് ഭയങ്കരമായിട്ടൊരു മുഹബത്താണ്. എങ്കിലും ഇഡ്ഡലി സാമ്പാറും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അമ്മോട് പറയും കേട്ടോ, ശനി ഞാനും മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന്, എങ്കിലും ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. ബാക്കി സമയത്തൊക്കെ എടിപിടി എന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ആയിരിക്കും കേട്ടോ. രാവിലെ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ട കാരണം നേരത്തോടെ ഫുഡ് ആവണം കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. എനിക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. കൂട്ടത്തിൽ ഇപ്പോൾ പഠിച്ച് പണിക്കരാവുന്ന പോലെ സാമ്പാർ വെക്കാനുള്ളത് മറന്നുപോയി. അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാനൊരു ചേച്ചിയുടെ റെസിപ്പി എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ടേസ്റ്റ് വരുന്നില്ല സാമ്പാർ വെച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ പോരായ്മ വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് റെസിപ്പി നോക്കി ഒന്ന് സാമ്പാർ വെക്കാമെന്ന്. റെസിപ്പി നോക്കി സാമ്പാർ വയ്ക്കുമ്പോൾ അത്യാവശ്യം ടൈം ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ഇഡ്ഡലിയുടെ പണിയൊക്കെ തീർക്കാമെന്ന്. പിന്നെ ഉച്ചയ്ക്കുള്ളതും രാവിലത്തെയും കൂടി ഇപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ കുക്കിങ്. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കൽ. പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇപ്പം ചെറിയ രീതിയിൽ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പണികളൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ട് വേണം കേട്ടോ ക്ലീനിങ്ങിന് നിൽക്കാനായിട്ട്. ക്ലീനിങ് കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എല്ലാ പണിയും കൂടി അമ്മ തരാറില്ല കേട്ടോ. ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അമ്മ ക്ലീനിങ് ചെയ്യും. ക്ലീനിങ് അടിച്ചൊരിത്തോടെയും അതുപോലെ മിറ്റടിയും പിന്നെ അമ്മയ്ക്ക് അലക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ അലക്കൽ അമ്മയാണ് ചെയ്യൽ. അങ്ങനത്തെ പണിയൊക്കെ അമ്മ ചെയ്യാറുണ്ട് കേട്ടോ. അമ്മയും ഞാൻ ഒരുമിച്ച് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാറില്ല എന്ന് മാത്രം. കാരണം അടിയടി പൂരം വെടിയടി കഞ്ഞി എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയാവുന്നതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാറില്ല. ഇഡ്ഡലിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കുക കേട്ടോ. കൂട്ടത്തിൽ നമുക്ക് പാൽ ചായയും കൂടി വെക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്കിനി പോയി ഷോപ്പ് ചെയ്ത് വാങ്ങാനായിട്ട്. കൂട്ടത്തിൽ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാത്രമേ ബാലൻസ് ഉള്ളൂ, അത് നമുക്ക് തീർക്കണം. പിന്നെ നേരെ പാല് വെക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കുപ്പിപ്പാൽ കിട്ടലില്ല, അതുകൊണ്ട് മിൽമയുടെ പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പാല് വാങ്ങുന്നതാണ് ഇഷ്ടം.
അത് കുറച്ചും കൂടി നല്ലതുമാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇവിടെ പശുക്കളൊന്നുമില്ല, ഉള്ള വീട്ടിൽ കൊടുത്തു. പിന്നെ കുറേ ദൂരം പോകണം കേട്ടോ, വീട്ടിലാണെങ്കിൽ കൊണ്ടു തരൂല, രാവിലെ പോയി വാങ്ങലും എളുപ്പമല്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം മിൽമ തന്നെ ഒരു ശരണം. പിന്നെ മറ്റ് പാക്കറ്റ് പാലുകളെ അപേക്ഷിച്ച് മിൽമ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി കട്ടി കൂടുതലാണ്. അതുകൊണ്ട് അത് തന്നെ വാങ്ങാറുള്ളൂ. പാലൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ നാളേരൊക്കെ ചിരക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ എന്തായാലും അച്ഛനും ഉമ്മയ്ക്കും റെഡി ആവില്ല. അപ്പം ഞാൻ സാമ്പാർ പതുക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയ്ക്ക് അച്ഛനും കൂടിയിട്ട് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അച്ഛന് സാമ്പാർ നിർബന്ധമൊന്നുമില്ല, പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണം. അപ്പം ഞാൻ എന്തെങ്കിലും ഉപ്പേരിക്കറിയും കൂടി വെച്ച് അമ്മേനെ സെറ്റാക്കാം. സാമ്പാർ നമുക്ക് പതുക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയിൽ അച്ഛന് ഇപ്പോൾ തണ്ടൽ വേദന ആയതുകൊണ്ട് വെള്ളം ചോദിച്ചതുകൊണ്ട് ഞാൻ ഹോട്ട് ബാഗിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വക പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയോ ഭയങ്കര ആശ്വാസമായി. പിന്നെ മൊത്തത്തിൽ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഇനി നമുക്ക് പതുക്കെ നമ്മുടെ റെസിപ്പി സാമ്പാർ വെച്ച് നോക്കാം. ഞാനൊരു പ്രാവശ്യം ബോംബെ സാമ്പാർ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, സവാളയൊക്കെ ഇട്ടിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാനത് വെക്കുന്നത് മറന്നു പോയിട്ടോ. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു സാമ്പാർ വെക്കാനുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് തീർക്കണം. കാരണം ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് കേടാവില്ലെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ കേടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോൾ ഭാഗം നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷെ ഉള്ളിലോട്ട് ഇങ്ങനെ വെട്ടി നുറുക്കി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കേട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പച്ചക്കറി വേസ്റ്റ് ആയിട്ടോ. അതുകൊണ്ട് നമുക്ക് ബോംബെ സാമ്പാർ പിന്നെ വെക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ സാധാ സാമ്പാർ വെക്കാം കേട്ടോ. സാമ്പാർ വെക്കലും വെട്ടിലൊക്കെ ആയതിനു ശേഷം കുറച്ച് ശുദ്ധവായു ശ്വസിക്കാമല്ലോ എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ. കുറേ നേരം ഇരിക്കുക എന്നുള്ളത് റിസ്കി പരിപാടിയാണ്, അതുകൊണ്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കൂട്ടത്തിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ കുറച്ച് പൂവുണ്ട്, അതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പം ഞാൻ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ മൊത്തം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൂവ് നമ്മൾ ശേഖരിച്ച് വെച്ചത് സേഫായിട്ട് വെക്കണം. അതുകൊണ്ട് അത്യാവശ്യം അത് മിക്ക ദിവസവും ഞാൻ എടുത്ത് ഉണക്കും കേട്ടോ, കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇനി അത് പൊടിച്ച് പൂവുണ്ടായി വരെ അത്യാവശ്യം സമയം എടുക്കും. പെട്ടെന്ന് വളരും, എങ്കിലും 1 മാസമൊക്കെ സമയം എന്തായാലും എടുക്കും. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കണ്ടേ, അതിനുവേണ്ടി പൂ സേഫാക്കി വെക്കണം. അതെടുത്ത് വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മുടെ കോഴിപ്പെണ്ണുങ്ങളുടെ അവിടേക്ക് വന്നു. അവർക്ക് തീറ്റ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. രാവിലത്തെ തീറ്റ അമ്മ കൊടുക്കാറുണ്ട്, പിന്നുള്ളത് ഞാൻ കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഉണ്ണിയും കൂടി ഉള്ളതുകൊണ്ട് അവളും കൂടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നു കേട്ടോ. എല്ലാം നമ്മൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് കുറച്ചായിട്ടുള്ളത് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അരി അടുപ്പത്തിടാം കേട്ടോ. അരി ഇന്ന് തീ കൂട്ടാൻ എനിക്കൊരു മൂടുമില്ല, കൂട്ടത്തിൽ വെള്ളം കൂടി തിളപ്പിക്കണ്ടല്ലോ, അപ്പം പിന്നെ മടിയായി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഗ്യാസമ്മ വയ്ക്കാമെന്ന്. അങ്ങനെ ഗ്യാസമ്മ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ മീനെടുത്ത് പുറത്ത് വെച്ചു. വേറെ ഒന്നല്ല കേട്ടോ, നമുക്ക് 2 കഷ്ണം എടുത്ത് വറക്കാം. സാമ്പാറും മീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നനയ്ക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പാപ്പൂസിനും വരണം കേട്ടോ, കൂട്ടത്തിൽ അവളെയും കൂടി കൈ പിടിക്കുന്നുണ്ട്. ഉണ്ണി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവൾക്ക് ഈ ഒരു വേഷം കിട്ടുക. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൾ കിടന്ന് ഉറങ്ങിയുള്ളൂ. ഉണ്ണീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ മുട്ടിൽ നിന്ന് മാറില്ല ആ ചത്തി, അങ്ങനെ ഒരു അസുഖമുണ്ട് അവൾക്ക്. പിൻഭാഗത്ത് നമ്മൾ കുറച്ച് പച്ചക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറിയൊക്കെ ഏകദേശം ചിലതിലൊക്കെ ശരിക്കും ആയി കഴിഞ്ഞു. പിന്നെ ചെറിയ രീതിയിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പറിച്ച് കളയണമെന്ന് വിചാരിക്കുമ്പോഴാണ് പൂവിടുന്നത്, അപ്പം പിന്നെ പറിച്ച് കളയാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. 1-2 എണ്ണമൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടായിട്ട് ചെടിയൊക്കെ വീണ് കിടക്കുകയാണ്. പൊക്കി വെച്ചിട്ട് ശരിയാവുന്നില്ല കേട്ടോ. അപ്പം എന്താ, നനച്ചു കൊടുക്കുക എന്തായാലും, അല്ലെങ്കിൽ വാടിപ്പോവും. പിന്നെ ഉണ്ടല്ലോ കായുണ്ട്, നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അത്യാവശ്യം കായുണ്ടല്ലോ. അപ്പം എന്തായാലും അച്ഛന്മാർ കുറച്ച് നാളും കൂടിയാണ് നിൽക്കട്ടെ, ശരിക്കും വാടിയിട്ട് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഓസ് അവിടേക്ക് എത്തില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അവിടെയൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അലക്കാൻ പോവാം കേട്ടോ. കുറച്ചധികം അലക്കാനുണ്ട് ഇന്ന്, കാരണം ഇന്നലെ അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ഡ്രസ്സും കൂടി ഇന്ന് അലക്കണം. വീടിൻ്റെ ചുറ്റുപുറത്തേക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പാപ്പു വരെങ്കിലും ഈ അലക്കലിൻ്റെ ഭാഗത്തേക്ക് ജന്മമുണ്ടെങ്കിൽ പിടിച്ച് വലിച്ചാൽ അവൾ വരില്ല കേട്ടോ. കാരണം അലക്കലുമ്പോൾ നിർത്തിയിട്ടാണ് ആ ശത്തിനെ കുളിപ്പിക്കാൻ ഭയങ്കര മടിയാണ് കുളിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അടുക്കളയുടെ അവിടെ എത്തുമ്പോൾ മുതൽ അവൾ ബലം പിടിച്ച് വരാണ്ടിരിക്കും. അങ്ങനെ അവൾ എടുത്തോളം നടൽക്കല്ലുമ്പോൾ നിർത്തിയിട്ടോ കുറച്ച് നേരം. ഭയങ്കര പേടി പോലെയാണ് കേട്ടോ കുളിക്കാനായിട്ട്. പിന്നെ അലക്കലൊക്കെ ഒരുവിധം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇന്ന് എനിക്ക് കലക്കി പ്രാന്തായ അവസ്ഥയാണ്. കാരണം അത്യാവശ്യം തുണികളുണ്ടായിരുന്നു അലക്കാനായിട്ട്. ഒരാൾ ഒരു ജോഡി വെച്ചല്ല കേട്ടോ, 2-3 ജോഡി വെച്ച് മാറിയ പോലെയാണ് തോന്നിയത്. അങ്ങനെ അലക്കലും വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ അലക്കലിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചെടികൾ വെട്ടിക്കളഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ ഈ വെയിലിൻ്റെ കാര്യം മറന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ അലക്കിയിട്ടേനെ. അത്യാവശ്യം നല്ല വെയിൽ കിട്ടി. പിന്നെ ഞാൻ പോയി വരുമ്പോഴേക്കും മുന്നിൽ വെള്ളമൊക്കെ കൊഴിച്ച് നമ്മുടെ ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതും വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാനുള്ള പ്രക്രിയയിലോട്ട് കടക്കാം.
വറക്കാനായിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന മീൻ മാന്തൾ മീനായിരുന്നു കേട്ടോ. ബാക്കി പീസൊക്കെ എടുത്ത് കറി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചതാണ് വറക്കാനായിട്ട്. പിന്നെ ഇന്ന് സാമ്പാറാണല്ലോ, സാമ്പാറിൻ്റെ കൂടെ മീൻ വറുത്തത് നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് വറക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് പരട്ടി വെക്കാം, അത് കഴിഞ്ഞിട്ട് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ ചെയ്ത് സെറ്റായിട്ട് വേണം എനിക്ക് ഇനി ക്ലീനിങ്ങിന് പോകാനായിട്ട്. എല്ലാ ദിവസവും എല്ലാം കൂടി വലിച്ചു വരെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഓരോ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാറാണ്. അതാണ് നല്ലത്, നമുക്ക് പെട്ടെന്ന് മടുക്കില്ല കേട്ടോ. പതുക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഉണ്ണിയും ഞാനും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവൾക്കും ഇപ്പോൾ പോവാറായിട്ടുണ്ട് അവൾ. അപ്പം അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് പതുക്കെ കുറച്ചീശെ ചെയ്യാം. എല്ലാം കൂടി വലിച്ചു വാരി ചെയ്ത് നമുക്ക് വയ്യാണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് നമുക്ക് നമ്മുടെ വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം എൻ്റെ മോളിൽ കുറേ ചവറ് വീണിട്ടുണ്ട് കേട്ടോ. പുണ്യമുള്ളതുകൊണ്ട് അവൾ അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് അവിടെ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റും. അതും ചെയ്യാനുണ്ട്. പിന്നെ കറ്റാവാഴ ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അധികം വെയിലില്ല കേട്ടോ. ആ ഒരു ഭാഗത്ത് മാവ് നിൽക്കുന്ന കാരണം അധികം വെയിലടിക്കില്ല. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വെന്തുരുകി പോവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാതിരിക്കുമ്പോൾ